കഴിഞ്ഞ ദിവസം ഒരു ഗസറ്റ് പ്രഖ്യാപനത്തിലും അതുപോലെ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ചതിലും ഒരു വാർത്ത കണ്ടിരുന്നു. മാധ്യമ പത്രവും ആ വാർത്ത വലിയ ലീഡ് ന്യൂസായി ചെയ്തിരുന്നു. പക്ഷെ മറ്റു പത്രങ്ങളൊന്നും സീരിയസ് ആയിട്ട് അത് ചെയ്തു കണ്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, അതിന്റെ സത്യസ്ഥിതി ഇനി അറിയാനുണ്ട്. പഞ്ചായത്ത് രാജ് വകുപ്പിൽ പഞ്ചായത്ത് വകുപ്പ്, നഗരാസൂത്രണം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം, പിന്നെ എന്താണ് ഗ്രാമവികസന വകുപ്പ്, BDOമാരുടെ പരിപാടികൾ ഇതെല്ലാം കൂടി ചേർത്ത് 5 ഐറ്റം ചേർത്തിട്ട് തദ്ദേശ ഭരണ വകുപ്പായിട്ട് ലയിപ്പിച്ചു ആണ് കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുപോയത്. പക്ഷെ അതിനകത്ത് ഇന്റർചേഞ്ചബിലിറ്റി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പ്രോസസ് വന്നതോടുകൂടി അത് ആകെ ജഗപുക അകക്കുളമായി. അതുകൊണ്ട് ഗ്രാമവികസന വകുപ്പ് വീണ്ടും ആവിഷ്കരിക്കും, പുനഃസ്ഥാപിക്കും എന്നൊരു വാർത്തയാണ് വന്നത്. നമ്മളത് വീഡിയോയും ചെയ്തിരുന്നു. പക്ഷെ അതിപ്പോ ചർച്ചയിലിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റുകളൊക്കെ ഇങ്ങനെ ലയിപ്പിക്കാൻ ശ്രമിക്കും, വലതുപക്ഷ ഗവൺമെന്റ് വരുമ്പോൾ അത് രണ്ടാക്കും. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ 2 മന്ത്രി തന്നെയായിരുന്നു, ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫും പഞ്ചായത്ത് മന്ത്രി MK മുനീറും. അങ്ങനെ 2 വകുപ്പ് മന്ത്രിമാർ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും KM ഷാജിക്ക് തന്നെയാണ് വകുപ്പ്. അതിന് പിരിക്കുമോ എന്നുള്ള കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്. പിരിച്ചാലും ഇല്ലെങ്കിലും അത് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ നമുക്കൊരു അഭിപ്രായമില്ല. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ ഉണ്ട്. തനത് ഫണ്ടിൽ ശമ്പളം കൊടുക്കുന്ന അതിന്റെ എന്താണ് EPF ഒക്കെ ഉള്ള, അതിന്റെ PF ഒക്കെ ഉള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥന്മാരും ഒരു വിഭാഗമാണ്. അവർക്ക് തനത് ഫണ്ടിൽ നിന്നാണ്, ടാക്സ് ഒക്കെ ഉള്ള തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. അതേസമയം നഗരാസൂത്രണക്കാർക്കും പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് വിഭാഗക്കാർക്കും സർക്കാർ നേരിട്ട് സ്പാർക്ക് വഴി സർക്കാരിന്റെ പൈസയാണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മറ്റേ പൈസ കൊടുക്കാൻ തനത് വരുമാനം ഇല്ലല്ലോ, അവർ ടാക്സ് പിടിക്കുന്നില്ലല്ലോ നേരിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ വിഷയമാണ്, വളരെ വലിയ വിഷയമാണ്. ഈ വിഷയം മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിമാരും ആളുകളൊക്കെ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി വേറൊരു ടൈപ്പ് പ്രവർത്തികളാണ്. എല്ലാം വികസനം തന്നെയാണ്, പക്ഷേ അവർ കൂടുതൽ ഇംപ്ലിമെന്റേഷൻ സൈഡിലേക്കാണ്. ടാക്സ് കളക്ഷൻ, ഇംപ്ലിമെന്റേഷൻ, അതിലാണ് അവർക്ക് എക്സ്പെർട്ടൈസ്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെയും ബ്ലോക്ക് സെക്രട്ടറിയൊക്കെ സംബന്ധിച്ച് അവർ കോർഡിനേഷൻ, ഇന്റഗ്രേഷൻ അങ്ങനത്തെ പദ്ധതികളിലാണ്, അല്ല അങ്ങനത്തെ കാര്യങ്ങളിലാണ് അവരുടെ മികവ്. ഇത് തമ്മിൽ തിരിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. മാത്രമല്ല, ബ്ലോക്ക് തലത്തിലുള്ള ആളുകൾ ഗ്രാമപഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഈ സ്പാർക്ക് സംവിധാനം ഇല്ലാത്തത് കൊണ്ട്, രണ്ടും 2 സംവിധാനമാണല്ലോ. അപ്പോൾ അവിടെ ജീപ്പ് സ്പാർക്ക് എന്ന് പറയുന്ന വേറൊരു സംവിധാനമാണ്. അപ്പോൾ അവിടെ ഈ ഒറിജിനൽ, അതായത് ബ്ലോക്കിലെ സ്പാർക്കുകാർ താഴെ ചെല്ലുമ്പോൾ സ്പാർക്കിലേക്ക്, സർക്കാരിന്റെ സ്പാർക്കിലേക്ക് കയറാൻ പറ്റാതെ വരികയും, അത് സർക്കാരിന്റെ സ്പാർക്കിലേക്ക് കയറിയാലേ AGയിൽ അത് റിഫ്ലക്ട് ചെയ്ത് വരികയുള്ളൂ. AGയുടെ റിപ്പോർട്ടിൽ അത് റിഫ്ലക്ട് ചെയ്ത് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിലെ ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഡെപ്യൂട്ടേഷൻ പോലെ ആകുന്നു. ഇനി ഗ്രാമപഞ്ചായത്തിൽ അപ്പൊ ഒരു വകുപ്പിനകത്ത് തന്നെ ഡെപ്യൂട്ടേഷൻ, 2 വകുപ്പുകൾ തമ്മിൽ, 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഡെപ്യൂട്ടേഷൻ നമുക്ക് മനസ്സിലാകും. ഇത് ഒരു വകുപ്പിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ഡെപ്യൂട്ടേഷൻ. അവരുടെ ശമ്പളം മറ്റു രൂപത്തിൽ മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ EPF മറ്റ് ആനുകൂല്യങ്ങളും ക്യാഷ് ആയിട്ട് സ്വീകരിച്ച് ബാങ്കിൽ അടക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായാലും സർക്കാരിന്റെ കാശ് കിട്ടുക. പക്ഷെ ഇതെല്ലാം പ്രശ്നം വരുന്നത് ഈ പ്രസം സോഫ്റ്റ്വെയറിൽ കയറി പെൻഷൻ പറ്റുന്ന സമയത്താണ് ആകെ കൺഫ്യൂഷൻ. എവിടെയൊക്കെ വർക്ക് ചെയ്തു, എന്തൊക്കെ വർക്ക് ചെയ്തു. തിരുവനന്തപുരത്തുള്ള ആൾ കാസർഗോഡ് പോയി വർക്ക് ചെയ്തിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് വർക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് റിട്ടയർ ആവുകയാണെങ്കിൽ കാസർഗോട്ടേക്ക് വീണ്ടും അദ്ദേഹം പെൻഷൻ പേപ്പർ അയക്കണം, അവിടെ പോയി ശരിയാക്കണം. ഇങ്ങനെയുള്ള വളരെ നൂലാമാലകളുടെ ഗുസ്തിയാണ്, ജഗപുകയാണ്, അടിപൊളിയാണ്. കുതിരയ്ക്ക് മുമ്പ്, കാളയ്ക്ക് മുമ്പിൽ കെട്ടിയ വണ്ടിയാണ് ഈ നമ്മുടെ തദ്ദേശ വകുപ്പിന്റെ ലയിപ്പിക്കൽ. മോരും മുതിരയും തമ്മിൽ ഒന്നിച്ചു പോകില്ല. കടലും കടലാടിയും 2ആണ്. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കാണ്. ഉദ്യോഗസ്ഥരാണ് കിടന്ന് വട്ടം കറങ്ങുന്നത്. അതുപോലെ ജനങ്ങൾക്കും സേവനം കിട്ടുന്നതിലും ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർചേഞ്ചബിലിറ്റി ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്ന സംവിധാനം ചിലപ്പോൾ പുനരാവിഷ്കരിക്കേണ്ടി വരും. പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർ ആ വിഭാഗത്തിലേക്ക് പെൻഷൻ പറ്റി ട്രാൻസ്ഫർ ആയിപ്പോട്ടെ. ബ്ലോക്ക് ലെവലിൽ നിൽക്കുന്നവർ ബ്ലോക്ക് ലെവലിൽ, അല്ലാതെ മാറ്റിയും തിരിച്ചുമൊക്കെ വരുമ്പോൾ വലിയ കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ ഒന്നിച്ച് ഒരേ പാറ്റേണിൽ ശമ്പളം കൊടുക്കാനുള്ള രീതി ആലോചിക്കുക. ഇതിന് ധനകാര്യ വകുപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആളുകൾക്ക് കൂടി സ്പാർക്കിലേക്ക് പോയി അവർക്ക് അവിടെ നിന്ന് ജോലി കൊടുക്കാനുള്ള ശമ്പളം അവിടെ നിന്ന് കൂടെ കൊടുക്കാനുള്ള സംവിധാനം ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടില്ല.
തനത് ഫണ്ടിൽ നിന്ന് തന്നെ ഗ്രാമപഞ്ചായത്തിൽ ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. അപ്പൊ എന്തായാലും ഗവൺമെന്റിന്റെ നയങ്ങളും സർക്കാരിന്റെ പദ്ധതികളെല്ലാം കൂടി ആകെ ചക്ക കുഴയ്ക്കും പോലെ കുഴച്ചു വച്ചിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ജനങ്ങൾക്കും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഉദ്യോഗസ്ഥർ ആകെ അങ്കലാപ്പിലുമാണ്.